ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സ് നിറഞ്ഞ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിരയാണ്. ഇന്ന് എല്ലാവരും ആ തിരുവാതിര മഹാദേവൻ്റെ പിറന്നാളായിട്ട് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ആ ഗോപികമാര് ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോപികമാർ തപസ് ചെയ്തിട്ട് ഇന്നാണ് ആ തപസ് പൂർത്തിയാവണമെന്ന് ഭഗവാൻ അവരുടെ മുമ്പിൽ വേണുഗോപാലനായിട്ട് വന്നിട്ട് അവരുടെ ആ ശരീരാഭിമാനം ദേഹബോധത്തെ ഇല്ലാണ്ടാക്കിയ ദിവസം എന്നെല്ലാം മഹാത്മാക്കൾ അനുസ്മരിക്കുന്നുണ്ട്. അത്രയും മഹത്തായ ഒരു ദിവസം നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചത് തന്നെ ആ ഭഗവാന്റെ അപാരമായ കാരുണ്യാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടായി, നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ. കുറച്ചൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു, മുഴുവനൊന്നും മനസ്സിലായിണ്ടാവില്ല അല്ലേ എല്ലാവർക്കും. അങ്ങനെയാണ്. അതാണ് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ 2-3 ദിവസമൊക്കെ കാണാണ്ടിരുന്നത്. എന്താ വെച്ചാൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുല്ലോർലി ദേവരുടെ അടുത്ത് നാമജപത്തിനായിട്ട് പോയി. കാരണം ഓരോന്നും ഓരോ അനുഭവങ്ങൾ നമുക്ക് ഓരോ പാഠങ്ങളാണ്. അപ്പോൾ വ്യാഴാഴ്ച പതിവിൽ കൂടുതൽ ആൾക്കാർ അന്ന് നാമം ജപിക്കാൻ വന്നിരുന്നു. ഒരു 10-25ഓളം പേര് അന്ന് നാമജപത്തിനുണ്ടായിരുന്നു. ഞാൻ ആ വ്യാഴാഴ്ചത്തെ ആ ഒരു നാമജപമാണ് അടുത്ത വെള്ളിയാഴ്ച ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത് അവിടെ നടക്കുന്ന നാമജപത്തിൻ്റെ ലൈവ് പോസ്റ്റാണെന്നാണ് വിചാരിച്ചത്. അത്രയും ആ നാമജപം കേട്ടവർ മുഴുവൻ പറഞ്ഞു, എന്തുമാതിരി ആ ഫീല്, നാമജപത്തിന് എന്തൊരു ഫീലാണ്, ഇങ്ങനെ ഇതുവരെ നാമം ജപിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. ധാരാളം നാമജപങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഫീലുണ്ടെങ്കിലും പക്ഷേ ഇന്നലെ ഈ ഒരു നാമജപത്തിൻ്റെ ഫീൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് ഫോൺ വിളിച്ചത് പറയാണ്ടിരിക്കാൻ പറ്റണില്ല എന്നൊന്ന് പലരും വിളിച്ച് പറഞ്ഞു. അപ്പം അത് വിളിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് വ്യാഴാഴ്ചത്തെ ലൈവാണ് അന്ന് പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വ്യാഴാഴ്ച നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ സാധാരണ പോലെ തന്നെ നാമം ജപിച്ചു. അപ്പോൾ അടുത്ത ദിവസം ഏകാദശിയാണ്, സ്വർഗവാതിര ഏകാദശിയാണെന്നൊക്കെ അറിയാം, അങ്ങനെ അറിയാം. അത് ഏകാദശി നോൽക്കാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചില സമയത്ത് ആ ഭഗവാന്റെ ആ ഉള്ളിൽ എന്ന് പറയണ അതുപോലെയാണ്. ചിലപ്പോൾ ഞാൻ ഏകാദശിയൊക്കെ കാര്യമായിട്ട് പറയും, തിരുവാതിരയ്ക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പറയണം എന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്ന് പറഞ്ഞാലേ ഒന്നും ശരിയാവില്ല. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ടെന്നുള്ള നിലയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഏകാദശിയാണ് എന്നുള്ളത് അറിയാം, അത്രയും തന്നെയുള്ളൂ. ആ ഏകാദശി അടുത്ത ദിവസം ഏകാദശിയാണ്, ഏകാദശി നോക്കണം.
എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പലരും ഏകാദശിക്കാകുമ്പോൾ എന്നോട് ചോദിക്കുക, എന്നാണ് ഏകാദശി തുടങ്ങിയപ്പോഴാണ്, എപ്പോൾ തൊട്ടിട്ടാണ് അതിൻ്റെ ഇത് തുടങ്ങേണ്ടത്, ഏകാദശി വ്രതം എടുത്ത് തുടങ്ങേണ്ടത്, എത്ര മണി തൊട്ടാണ് എന്നൊക്കെ ചോദിക്കും. എനിക്ക് നിശ്ചയമില്ല, അതിപ്പോഴും എനിക്കതൊന്നും നിശ്ചയമില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ധാരാളം നാമം ജപിക്കാൻ സാധിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അന്ന് ഏകാദശിയുടെ തലേന്ന് നാമം ജപിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പതിവിൽ കൂടുതൽ ആൾക്കാരുണ്ട് നാമം ജപിക്കാൻ. ആ ഒരു സന്തോഷം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ നാമജപത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവം എനിക്ക് അനുഭവമുണ്ട്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഒരാൾ നാമം ജപിക്കാൻ കൂടുതൽ വന്നാൽ ഒരുപാട് സന്തോഷമായി. ഈശ്വര, ആ ജീവനും കൂടി നാമം ജപിക്കാൻ സാധിച്ചുല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് വിചാരിച്ചാൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമുക്ക് ഉള്ളിങ്ങനെ നിറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്രയൊരു ഫീല് തോന്നണത് നാമം ജപിക്കാമെന്നായിരുന്നു എൻ്റെ ഉള്ളിൽ തോന്നിയായിരുന്നു. പക്ഷേ നാമം ജപിച്ച് അങ്ങോട്ട് പോകും തോറും ഉള്ളിലുള്ള വല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു തള്ളൽ പോലെ ഒരു തോന്നലോ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ആഹ്വാനോ എന്താന്ന് പറയാൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരനുഭവമാണത്. നാളെ ഏകാദശിയാണ്, നാളെ വൈകുണ്ഠ ഏകാദശിയാണ് എന്നിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരിക. നാളെ വൈകുണ്ഠ, ആ നാമം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നാളെ വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ നാളെ വൈകുണ്ഠ ഏകാദശിയാണ്, അതിനിപ്പോൾ എന്താണെന്നുള്ളൊരു ഭാവമാണ് എൻ്റെ ഉള്ളിലാണ് തോന്നുന്നത്. രണ്ടും ഞാൻ തന്നെ ആലോചിക്കുക. മറ്റത് ഉള്ളിൽ നിന്ന് തോന്നുന്നു, ഇത് ഞാനാകുന്ന ഈ ഒരു വ്യക്തി ആലോചിക്കുന്നത്. അതെ, നാളെ വൈകുണ്ഠ ഏകാദശിയാണ് എന്നിങ്ങനെ ആകും. കുറച്ച് കഴിഞ്ഞ് കണ്ണിങ്ങനെ അടച്ചപ്പോൾ കാണുന്നത് നമ്മളുടെ മുല്ലോർലി തേവരുടെ മതിലുമ്മലും ചുറ്റും നിറച്ച് വിളക്ക് കത്തിയിട്ട് ദീപപ്രഭയിലിരിക്കണ ആ ക്ഷേത്രം, അതാണ് കാണുന്നത്. ഏകാദശി വിളക്കാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്നിങ്ങനെ പറയണം, ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു, തൃപ്രയാർ ഏകാദശി കഴിഞ്ഞു, അടുത്ത ഏകാദശി ഇവിടുത്തെ ഏകാദശിയാണ്. ഇത് നമുക്ക് ഇവിടെ ഇനിയത്തെ ഏകാദശി തേവരുടെ ഏകാദശി, മുല്ലോർലി തേവരുടെ ഏകാദശിയാണെന്നാണ് ഉള്ളിൽ നിന്നുള്ള ആ ഒരു അറിയിപ്പ്. അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായി. അതെന്താ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമല്ലേ തോന്നണേ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നാമം ജപിക്കണം എന്നുള്ളതായി. പിന്നത്തെ ഒരു ആഹ്വാനം എന്താണെന്ന് വെച്ചാൽ നാമം ജപിക്കണം, അഖണ്ഡനാമം വേണം, ഇവിടെ അഖണ്ഡനാമം വേണം. ഈ ഏകാദശി ഇവിടുത്തെ ഏകാദശിയാണ്, ഇവിടുത്തെ അഖണ്ഡനാമം വേണം എന്നുള്ളതാണ് പിന്നത്തെ ഒരു നിർദ്ദേശം പോലെ എനിക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ആ നിർദ്ദേശം വന്ന് ഇതിങ്ങനെ എനിക്ക് ജപത്തിൻ്റെ ആ ഒരു ആക്കം കൂടുണ്ട് എനിക്ക്. പക്ഷെ ജപിക്കാൻ ഉള്ളിൽ നിന്നുള്ള ആ തള്ളൽ കാരണം ജപിക്കാൻ പറ്റാത്ത പോലെയോ എന്താണെന്ന് അറിയണില്ല. നെഞ്ഞിലൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്നുണ്ടാവണ ഒരു അതുകൊണ്ട് നമ്മുടെ നെഞ്ഞൊക്കെ ഇങ്ങനെ അതവിടെ പോലെ ശരീരത്തിന് ഭാരം വയ്ക്കണ പോലെ. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അനുഭവമായി എങ്ങനെയൊക്കെയോ. അപ്പോൾ ഈ ജപിക്കുമ്പോഴാണെങ്കിലുള്ള ഫീല്, അപാരമായ ഫീല് എനിക്കും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ജപിച്ച് അതങ്ങോട്ട് സമർപ്പിച്ച ഉടനെ ഞാൻ പറഞ്ഞു, അമ്പലത്തിലുള്ള ഏട്ടനെ വിളിക്കുമെന്ന് പറഞ്ഞു ഇവരോട്. അപ്പോൾ ആർക്കൊക്കെയോ എൻ്റെ ആ വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അവിടെ ഇരിക്കണവർക്കൊന്നും എനിക്ക് അറിയില്ല. അപ്പം എന്താന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹം എന്താണ് 5 PM വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മേൽശാന്തി കൂടെ വിളിക്കണം എന്ന് പറഞ്ഞു. കാരണം ഭഗവാന്റെ ഒരു ആഹ്വാനമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മേൽശാന്തിയോടും കൂടി പറയേണ്ടതല്ലേ. അപ്പോൾ മേൽശാന്തിയെ കൂടി വിളിക്കാൻ പറഞ്ഞു. മേൽശാന്തിയും കൂടെ വന്നെന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാളെ ഇവിടെ അഖണ്ഡനാമം ജപം വേണമെന്നാണ്. ആകെ 10 ആളാണ് നാമം ജപിക്കാൻ വരിക, കൂടി വന്നാൽ 12 ആള്. ഇതിൽ വിട്ടിട്ട് ആ 12 ആളെന്നെ മുടങ്ങാണ്ട് വരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും അമ്പലത്തിൽ പോവുക. ഇതെന്ന് വിചാരിച്ചാൽ ഒരു 10-25 ആൾക്കാരോളം ശരിക്കും ഉണ്ടായിരുന്നൊക്കെ ആ നാമജപത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറയണേ, പക്ഷെ എന്താ ചെയ്യുക, നാമം ജപിക്കേണ്ട കാര്യം ജപിച്ചാൽ ഒരാൾ ആരും വന്നില്ല വെച്ചാൽ എന്നെ കൊണ്ട് മാത്രമായിട്ട് ജപിച്ചാൽ ആ സമയത്ത് എത്തുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് വരിക. കാരണം നമ്മൾ ചെയ്യണമെന്നുള്ളൊരു ഭാവമാണ് അപ്പോഴും ഉള്ളിൽ. ഈ ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാനാണ്
അപ്പം ഭഗവാനത് നമ്മളോട് പറഞ്ഞാൽ ശരിയെന്ന് പറയാം. പിന്നെ ആ ഏറ്റെടുത്ത കാര്യം വേണ്ട പോലെ ആക്കേണ്ടത് ഭഗവാന്റെ ചുമതല. ഭഗവാനാണത് ആക്കുക. നമ്മളെ വെറുതെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്ന് എന്നുള്ളതൊന്നും ആ ബോധമൊന്നും അപ്പം എൻ്റെ ഉള്ളിലില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ എടുത്ത നാക്കിന് ആ ഏട്ടൻ പറഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അത് നടപ്പാക്കുക തന്നെ, അതിലപ്പുറം ഒന്നുമില്ല. നാളെ നിങ്ങളൊക്കെ വന്നിരുന്ന് നാമം ജപിച്ചോളേ. അപ്പോൾ ആ ഏകാദശിയുടെ കഞ്ഞിയും പുഴുക്കൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കാം, ഉച്ചയ്ക്ക് നിങ്ങളത് പോയി കഴിച്ചോളേ എന്ന് പറഞ്ഞു. വലിയ ഏകാദശി ആകുമ്പോൾ അധികം ആഹാരമൊന്നും വേണ്ടല്ലോ, നമുക്ക് നാമം ജപിച്ചിരിക്കുകയല്ലേ വേണ്ടു എന്നൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം എനിക്ക് ഇത് ഇവിടെ വന്നിട്ടും എനിക്ക് തങ്ങോട്ട് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റുന്നില്ല. നാളെ മുല്ലോർലി ദേവരുടെ ഏകാദശി, നാളെ നാമജപം, അഖണ്ഡ നാമജപം. എത്രയോ കാലം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കോഴിക്കോടുള്ള ആ ടീമിനെയൊക്കെ വിളിച്ചിട്ട് ഒരു തവണയെങ്കിലും ഇവിടെ ഒരു അഖണ്ഡ നാമജപം വയ്ക്കണം എന്നൊക്കെ. പക്ഷേ ഇത് ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി എന്നുള്ള ഭഗവാന്റെ ആഹ്വാനം. അങ്ങനെ അതിൽ തന്നെ മനസ്സ് കഴിച്ചിട്ട് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് അന്ന് തന്നെ വ്യാഴാഴ്ച തന്നെ വന്ന് പറയാനോ ഒന്നും എനിക്ക് പറ്റണില്ല. എനിക്ക് മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കാനോ അതൊന്നും തോന്നണില്ല. നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നാമം ജപിച്ച് എപ്പോഴോ ഞാൻ അങ്ങനെ അഖണ്ഡ നാമജപം എന്ന് എഴുതിയിട്ടു എന്നല്ലാണ്ട് അതിനെപ്പറ്റി ഒരു വിശദ വിവരവും പറഞ്ഞില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവിടെ തിരുമേനി കുറച്ച് ദൂരത്തുനിന്നാണ് വരിക. അവിടെ നട തുറന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ. ചെന്നതിന് ശേഷമാണ് നട തുറന്നത്. അപ്പോൾ അവിടെ ആദ്യം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ഒരു തലേ ദിവസം ഉണ്ടായ ഒരു പരിഭ്രമമൊന്നും ഉണ്ടായില്ല. എങ്ങനെയാണോ ഭഗവാന്റെ ഇച്ഛ അതുപോലെ ജപിച്ച് സമർപ്പിക്കും, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഓടി വന്ന് രാമായണം വായിച്ചിട്ട് അത് സമർപ്പിച്ച ഒരു അനുഭവം. അപ്പം അതുകൊണ്ട് ഒട്ടും ഭയം തോന്നിയില്ല. കാരണം അന്ന് എങ്ങനെയാണോ ഭഗവാൻ നമ്മുടെ ആ ഒരു നാമജപം അന്നത്തെ ഒരു ഇടയിലൊരു ഫോൺ വന്നുകൊണ്ട് അത് ആ ഒഴുക്കിലിങ്ങനെ പറയുമ്പോഴേ അത് ശരിക്കും അങ്ങോട്ട് പറഞ്ഞു പോകും. അന്നത്തെ രാമായണം പാരായണം എങ്ങനെയാണോ ഭഗവാൻ ഗംഭീരാക്കിത്തത് അതുപോലെ അതിലും ഗംഭീരാക്കും നാമജപം. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയിരുന്ന് ഭഗവാൻ ഒരു ധൈര്യം തരണ പോലെ തന്നെയാണ്. അങ്ങനെ ആ നാമജപം തുടങ്ങി. ഞങ്ങൾ ശരിക്കും ആ നാമജപം വല്ലാത്തൊരനുഭവമായിരുന്നു. തലേന്ന് വന്ന എല്ലാവരും നാമജപത്തിന് വന്നിരുന്നു. അതിൽ പുഷ്പ ചേച്ചിയൊക്കെ ഇത്തിരി വയ്യാത്ത ആളാണ്. അതുപോലെ സുലോചന ചേച്ചി, പുഷ്പ ചേച്ചി, അവർക്കൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ അത്ഭുതമാണ്. കാരണം ഇത്ര സമയം രാവിലെ തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെ ഇരിക്കാൻ സാധിക്കാന്നുണ്ടെങ്കിൽ അത് എത്ര ഷീല അറിയാലോ. അന്ന് കുറേ കാലം കിടന്ന കിടപ്പിൽ ആയിരുന്നു ഷീല. അപ്പോൾ ഷീല എപ്പോഴും പറയും, അമ്മ എന്തിനാ അമ്മയെ സങ്കടപ്പെടണേ, എന്നെ മുല്ലോർലിത്തെ അവർ കൊണ്ടുവരും, ഞാൻ ഇനിയും അവിടെ വന്നിരുന്ന് നാമം ജപിക്കുന്നൊക്കെ പറയാറുണ്ട്. അത്രയും ഉറപ്പായിരുന്നു തേവരുടെ ആ ഒരു കാരുണ്യത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ ആ കാരുണ്യം നമുക്കങ്ങോട്ട് അനുഭവമാക്കി തരണത് ആ തേവരെന്ന് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഷീല പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഷീലയും വന്നിട്ടുണ്ടായിരുന്നു. ഷീല ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാറിയിട്ടാണ് ഇവിടെയുള്ളത്. ഇവിടെ അടുത്തുനിന്ന് കുറച്ച് അകലയ്ക്ക് 1 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ തേവരുടെ അടുത്തുനിന്ന് നീങ്ങിയിട്ട് താമസിക്കേണ്ട ഒരു ഇത് തോന്നുന്നു. അതും അറിയില്ല. അപ്പോൾ അവിടുന്ന് തന്നെയാണ് ഷീല അവിടെ എത്തിയത്. ഷീലയും അതേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിയണവരെ നാമം ജപിച്ചു. അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് അതിമനോഹരമായിട്ടുള്ള ആ ഒരു നാമജപം യാതൊരു ബുദ്ധിമുട്ടും ഒരാൾക്കൊരു ക്ഷീണം വയ്യായൊന്നും ഇല്ലാണ്ട് നടന്ന് എന്നുള്ളതാണ് അത്ഭുതം. അത് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. ഉള്ളിലിരുന്ന് പറഞ്ഞത് മുഴുവൻ ആ ഭഗവാനാണ്. നമ്മളാരും ഒന്നുമല്ല. ആലോചിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു ഓരോരുത്തരുടെ. അതായത് ഇവിടെ ആ നാമജപം തുടങ്ങാൻ കാരണം ഇവിടെ അടുത്ത് ഒരു സുനിലുണ്ട്. അപ്പോൾ സുനില ഒരു ദിവസം അവിടെ വന്നു. എൻ്റെ വീട്ടിലൊരു നാമജപം വയ്ക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ പോയി നാമജപം വെച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത വീട്ടിൽ വെച്ചു. അങ്ങനെ 1-2 വീടുകളിൽ വെച്ചപ്പോൾ അവിടെയുള്ള ലതിക ചേച്ചി ചോദിച്ചു, എന്നാൽ നമുക്ക് നമ്മുടെ അമ്പലത്തിൽ നാമം ജപിച്ച് തുടങ്ങിയാലോ എന്ന്. അങ്ങനെയൊക്കെ
അപ്പം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരെ നിമിത്താക്കുകയാണെന്നുള്ളത്. കാരണം അമ്പലത്തിനോട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചു ഈ അമ്പലത്തിൽ ഇതുപോലെ നാമജപം ഉണ്ടാവണം, സപ്താഹം ഉണ്ടാവണം എന്നൊക്കെ. അപ്പോൾ ഇത്രയും കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു തോന്നൽ, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു തോന്നൽ ഭഗവാൻ വ്യക്തമാക്കി തരിക. അതായത് ആഗ്രഹിച്ചത് കൊണ്ട് ഭഗവാൻ അത് നടത്തി തന്നു. അങ്ങനെയല്ല എന്ന് ഈ ഒരു നാമജപം കൊണ്ട് മനസ്സിലായി. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിലിട്ട് തന്നത് തന്നെ ഭഗവാനാണ്. അതിനെ തുടർന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ താമ്പൂല പ്രശ്നം വച്ചപ്പോൾ പറഞ്ഞു, ഈ ഭഗവാന്റെ ഇവിടെ ഓരോരുത്തർക്കും ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് താമ്പൂല പ്രശ്നം വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ താമ്പൂല പ്രശ്നത്തിന് കാരണം ഉണ്ടാക്കിയത് ഇതാണ്. പക്ഷെ അത് എല്ലാവരുടെയും കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നു ചേർന്നതാണ്. ആ വന്നു ചേർന്ന അനുഭവങ്ങൾ അത്രയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് നിൽക്കാൻ കാരണം തന്നെ ദേവരുടെ അനുഗ്രഹമാണ്. അപ്പോൾ ഇത് ഒരു നിമിത്തമാവാൻ വേണ്ടി അതൊരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴല്ലേ അതുകൊണ്ടാണല്ലോ പ്രശ്നം വെച്ചത്, അപ്പോഴാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ആ ഭഗവാൻ അവിടെ അത്രയും നാമപ്രിയനാണ് ഭഗവാൻ എന്നുള്ള ആ സത്യമൊക്കെ നമുക്കത് അപ്പോഴാണല്ലോ ബോധ്യമായത്. അപ്പം ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താ? നമ്മളവിടെ ചെന്നിരിക്കണം, നാമം ജപിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ രണ്ടാമത്തെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പം അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായി. കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ആരൊക്കെയോ വീഡിയോ എടുത്തു. അന്ന് മൊബൈൽ എന്ന് പറയുന്ന സാധനം കയ്യിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാലും കൈകൊണ്ട് തൊട്ട് അത് ഒന്നും പിടിച്ചില്ല. കാരണം റെക്കോർഡ് ചെയ്യാനുള്ള അങ്ങനത്തെ മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു. ജപിച്ച് ആ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അന്ന് ഏകാദശി മുഴുവനും അവിടെ അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഭഗവാന്റെ ദീപാരാധന കഴിഞ്ഞ് അവിടെ തൊഴുത് നമസ്കരിച്ച് പോന്നപ്പോൾ ദക്ഷിണ സമർപ്പിച്ചപ്പോൾ എടുത്ത നാക്കിന് അവിടുത്തെ മേൽശാന്തി പറഞ്ഞു, ഇപ്പോഴല്ല ദക്ഷിണ സമർപ്പിക്കേണ്ടത്, നാളെ രാവിലെ ദ്വാദശിപ്പണം സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഞാനത് ഉദ്ദേശിച്ചിട്ടല്ല, ഇത്രയും നേരം നമ്മളിരുന്ന് ജപിച്ചു. അപ്പോൾ ഭഗവാന് പൂജ ചെയ്യുന്ന ആൾക്കൊരു ദക്ഷിണ എന്നുള്ള നിലയ്ക്ക് വച്ചതാണ്. അപ്പോൾ ദ്വാദശിപ്പണം സമർപ്പിക്കും നിങ്ങൾ ഏകാദശി നോട്ടതല്ലേ. അപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെട്ടു പോയത്. കാരണം ഭഗവാൻ ഉള്ളിലിരുന്ന് തോന്നിച്ചത് ഗുരുവായൂർ ഏകാദശി പോലെ, തൃപ്രയാർ ഏകാദശി പോലെ ഇവിടുത്തെ ഏകാദശി എന്നാണ് ഉള്ളിൽ ആലോചിച്ചത്. നിറയെ വിളക്കൊക്കെ കത്തിക്കണം എന്നുള്ള ആ അലങ്കാരം വരെ ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോൾ ഉള്ളിൽ കാണിച്ചു തന്നു. ആ ഭഗവാൻ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ദ്വാദശിപ്പണം സമർപ്പിക്കാൻ നമ്മളൊക്കെ എത്രയോ നേരം ക്യൂ നിന്ന്, രാത്രി മുഴുവനും ക്യൂ നിന്നിട്ടൊക്കെയാണ് രാവിലെയൊക്കെ സമർപ്പിക്കണത്. അങ്ങനെയുള്ള ആ ഒരു സമർപ്പണം ഭഗവാൻ ഇതാ ചോദിച്ച് മേടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പം അടുത്ത ദിവസം എനിക്ക് എന്നാൽ എൻ്റെ ഉള്ളിൽ ഞാനായിട്ടാണത് പറയണതെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഇതൊന്നും തോന്നണേ ഇല്ല. ആ ദ്വാദശിപ്പണത്തിൻ്റെ കാര്യമൊന്നും ഓർമ്മയിലേ വന്നില്ല. അത് കഴിഞ്ഞ് എല്ലാവരോടും പോവാണ്ട് അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു വരണം കേട്ടോ, ദ്വാദശിപ്പണം സമർപ്പിക്കണേ എന്നുള്ള കാര്യം ഭഗവാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. അടുത്ത ഏകാദശി സ്വർഗവാതിൽ ഏകാദശി മുല്ലോറിലത്തെ അവരുടെ ഏകാദശിയാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ധാരാളം നാമം ജപിക്കണം, നന്നായി അവിടെ അലങ്കരിക്കണം, നിറയെ വിളക്ക് കത്തിക്കണം എന്നൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ ആ ഒരു ആഗ്രഹം നിറച്ചത് തേവര് തന്നെയാണ്. അപ്പം ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളാരും ഒന്നും അല്ല, നമുക്ക് വെറുതെ തോന്നുകയാണ്. അത് വെറുതെ തോന്നുകയാണ് നമുക്ക്. നമ്മളൊക്കെ ആരൊക്കെയാണ്, നമ്മൾ നാമം ജപിക്കണോണ്ട്, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണോണ്ട് അതൊന്നുമില്ല. ഇവിടെ എന്തൊന്നും നടക്കണ്ടല്ലോ, അത് ഭഗവാന്റെ ഇച്ഛ മാത്രം. നമ്മളെയൊക്കെ അതിൻ്റെ ആ ഒരു ഉപകരണങ്ങളല്ലേ. പായസം ഉണ്ടാക്കണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള പായസം ഉണ്ടാക്കണമെങ്കിൽ പാത്രം വേണം, തീ വേണം, ചട്ടുകം വേണം, സാധനങ്ങൾ വേണം അല്ലേ. ഇപ്പം അതിലോരോന്നും പറയുകയാണ്. അപ്പോൾ ആ തീ പറയണം, ഞാൻ മര്യാദയ്ക്ക് കത്തിയതുകൊണ്ടാണ് പായസം ഇപ്പോൾ ശരിയായത്, ഞാൻ നന്നായില്ലെങ്കിൽ പായസം ശരിയാവോ. പാത്രം പറയണം, ഞാൻ ശരിക്കും ആ ചൂടൊക്കെ ഏറ്റ് ഞാനിതായതുകൊണ്ടാണ് വെള്ളമൊക്കെ തിളച്ചത്. വെള്ളം പറയണം, ഞാൻ തിളച്ചതുകൊണ്ടാണ്. അരി പറയണം, ഞാനില്ലെങ്കിൽ എന്ത് പായസം. പാല് പറയണം, ഞാനില്ലെങ്കിൽ എന്ത് പായസം. പഞ്ചസാര പറയണം, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഞാനില്ലെങ്കിൽ സാധുണ്ടോ എന്ന് പറഞ്ഞ് തല്ലുകൂടണ പോലെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും.
ഇതൊക്കെ അതിനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം. ആ പായസം ഉണ്ടാക്കുന്ന ആളാരാണോ അല്ല, ഇതൊക്കെ വേണ്ടതുപോലെ ഉണ്ടായി. തീയ് മര്യാദയ്ക്ക് കത്തിക്കാനുള്ള തീയ്, നല്ല പാത്രം, നല്ല അരി, നല്ല പഞ്ചസാര, പാല് ഒക്കെ ഉണ്ടായി. അത് ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ടതുപോലെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വെച്ചാലോ ആ പായസത്തിൻ്റെ അവസ്ഥ എന്താ? അപ്പം ആരൊക്കെ അതിൻ്റെ ക്രെഡിറ്റ്? ആ പായസം ആരാണോ ഉണ്ടാക്കുന്നത് അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അപ്പം ഭഗവാനാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. നമ്മൾ നമുക്ക് 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 എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും അത് നമ്മളെ ആ ഏറ്റെടുക്കണത് പോലും ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുക കേട്ടോ. അതും എനിക്ക് അത്ഭുതമായി. കാരണം തലേന്നൊക്കെ ആ ഏകാദശിയുടെ അന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഭാവത്തിൽ നിന്ന ഭഗവാനുണ്ടല്ലോ, ആ ദ്വാദശിപ്പണം സമർപ്പിക്കാൻ പോയപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഭാവത്തിൽ ഇങ്ങനെ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ, ഞാനൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ എന്താണെന്നാവും, നിങ്ങളൊക്കെയാണല്ലേ ഇതിൻ്റെയൊക്കെ ആൾക്കാർ അത് ചോദിക്കണം പോലെയാ. അങ്ങനത്തെ ഒരു ഭാവത്തിൽ, മുഖഭാവത്തിലാണ് ഭഗവാൻ അവിടെ നിന്നിരുന്നത്. അതാണ് ഭഗവാൻ. ഭഗവാൻ ഒന്നിന് നമ്മളൊക്കെ ഇത്തിരി ചെയ്യുമ്പോഴേക്ക് ഇത്ര ചെയ്തു എന്ന് പറഞ്ഞ് അതിനോടങ്ങോട്ട് അരിയണം. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലി പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ പേര് ഭഗവാന്റെ തിരുമുഖത്തിനും അതുപോലെ അവിടെ നടക്കുന്ന ദ്രവ്യ കലശമൊക്കെ നടക്കേണ്ട അതിനൊക്കെ ആയിട്ട് ധാരാളം പേര് സഹകരിച്ച് അവരവരുടെ കയ്യിൽ കഴിയുന്നത് സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലുമൊക്കെ അതിൻ്റെ രസീത് വേണമെന്ന് ഓരോരുത്തരോട് ചോദിച്ചു, പലരോടും ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചവരൊക്കെ പറഞ്ഞു, അയ്യോ ഇത് സമർപ്പണമാണ് അമ്മ, ഇതിനൊന്നും വേണ്ട, ഇത് ഭഗവാൻ സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന്. ഗോപികമാരെ പോലെ തോന്നി. അപ്പം എനിക്ക് അവരുടെ വാക്ക് കേട്ടപ്പോൾ ഗോപികമാർ സാധനങ്ങളൊക്കെ എടുത്ത് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തേക്കും. ഉദ്ധവർ പറയും, ഇതാരൊക്കെയാണ് തന്നേന്ന് എങ്ങനെയാണ് ഭഗവാൻ അറിയാം, നിങ്ങൾ നിങ്ങളുടെ പേരൊക്കെ എഴുതും ഭഗവാന് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ആ ഗോപികമാർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൊന്നും എഴുതണ്ട, ഇത് ഭഗവാന് സന്തോഷമായാൽ മതി, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ അത് മാത്രം മതി, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ആരും ഒന്നും, ഞങ്ങളൊക്കെ ഭഗവാന്റെ ദാസികളാണെന്ന് അതേ ഭാവമായിരുന്നു പലർക്കും. അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ആ ഒരു ഭാവം വരാൻ വളരെ പ്രയാസമാണ്. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യം ഇതൊക്കെ നാമജപം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റിയതാണ്. നമ്മൾ ഈ നാമജപത്തിലൂടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഓരോ അനുഭവങ്ങളും, ആ ഭഗവാന് ഓരോ അനുഭവങ്ങളും. അതെ, പിന്നെ അനുഭവങ്ങൾ കണ്ടോ, ഇപ്പം എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എനിക്ക് തന്നെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റണില്ല. എൻ്റെ ഉള്ളിലുണ്ടായ ആ ഭാവം, ആ വികാരം എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റണില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരാളോട് പറയില്ല, എത്ര ഉണ്ട് ബോധ്യപ്പെടുത്താൻ പറ്റും ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വിചാരിച്ചാൽ, ഒരിക്കലും സിംന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ആ കുട്ടിയുടെ അനുഭവം പറയണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പറയേണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് അമ്മ, ഇത് പറയണം, പ്രേമ പുഷ്പാഞ്ജലിയിൽ പറയണം, എല്ലാവർക്കും ആ ഭഗവാന്റെ കാരുണ്യം അറിയട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ പറയാണ്, അത് എൻ്റെ വാക്കിലൂടെ പറഞ്ഞാൽ അത് വേണ്ടത്ര അങ്ങോട്ട് വെടുപ്പാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ അവനവൻ അനുഭവിച്ചത് അവനവൻ പറയണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പറയൂ, പറഞ്ഞിട്ട് എനിക്ക് ആ വോയിസ് അയച്ചു തരും, ഞാനത് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിൽ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സിന്ധു എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ് അവർ ആ മോള് എന്നോട് ധന്യം വൃന്ദാവനം വായിച്ചപ്പോഴുണ്ടായ അനുഭവവും അതുപോലെ ആ വൃന്ദാവനത്തിൽ പോയ അനുഭവവും ഭാഗ്യബിഹാരിയുടെ അടുത്ത് നിന്നുണ്ടായ അനുഭവങ്ങൾ, ധാരാളം അനുഭവങ്ങൾ പങ്കുവച്ചു. ഇതൊക്കെ അമ്മ പറയണേ എന്ന് എഴുതി തന്നു. അതൊക്കെ ഇപ്പോഴും എഴുതിയോർത്തിട്ട് ഇരിക്കുകയാണ്. എനിക്കത് എങ്ങനെ പറഞ്ഞിട്ടും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. കാരണം അത് അനുഭവിച്ചവർ പറയണ പോലെ ആവണില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ സാധാരണ നോക്കി വായിക്കണ പോലെ അത് പറയണേ. അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവട്ടെ, അതിൻ്റെ അനുഭവം അറിയട്ടെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇത് കേൾക്കാനും ഇത് പങ്കുവയ്ക്കാനൊക്കെ. പക്ഷേ എല്ലാവരും ഇതുപോലെ അല്ലാതെ കണ്ട അവരവരുടെ അനുഭവങ്ങൾ അവനവൻ്റെ വാക്കിൽ തന്നെ പറയുമ്പോൾ അത് ഒരുപാട് വല്ലാണ്ട് ഇങ്ങനെ നീട്ടി ഇതാക്കി പറയാണ്ട് ചുരുക്കി മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത്
ആസ്വദിച്ച് കേൾക്കാൻ എന്ന ഭാവത്തിൽ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഈ വക വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് അവിടെ ഉണ്ണിക്കണ്ണനാണ് അവിടെ ഇരിക്കണേ. അപ്പം ഇതും നമ്മുടെ മഞ്ജു വരച്ചൊരു ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ആ കണ്ണൻ്റെ ഓരോരോ വികൃതികളും അല്ലെ, ഏതേത് വികൃതികൾ എങ്ങനെയൊക്കെയാണ് കണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ണൻ്റെ വികൃതികളൊക്കെ ഇതൊക്കെ ഈ വികൃതികൾ ഓരോന്നും ഈ ചിത്രങ്ങൾ ഓരോന്നും ഓരോ വികൃതിയെ കാണിച്ചു തരിക നമ്മുടെ. ഇപ്പം നോക്കും, ഇവിടെ വെണ്ണ എടുത്തിട്ട് മുകളിൽ അവിടെ ഒരു തത്തമ്മയുണ്ട്, ആ തത്തമ്മയ്ക്ക് കൊടുക്കാൻ നോക്കണു. ഇപ്പത്തൊരു വാനരനുണ്ട് സുഹൃത്ത്. പിന്നെ ഞാൻ ഇരിക്കണതിൻ്റെ പിന്നിലൊരു പൂച്ചയുണ്ട് കേട്ടോ, അതിനെ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ധാരാളം ആ ചിന്തകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭാവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിൽ ഈ കഥകളെയൊക്കെ ആസ്വദിച്ച് കേട്ട് നമ്മുടെ ഉള്ളിൽ അത് മനനം ചെയ്യുമ്പോൾ ഒരാൾ കേട്ട പോലെ ആവില്ല വേറൊരാൾ കേൾക്കുക. ഒരാൾക്ക് അനുഭവം ഉണ്ടാവണ പോലെയല്ല വേറൊരാൾക്ക് അനുഭവം ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഭഗവാനെ അനുഭവിക്കാനാവും. അങ്ങനെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണകഥകൾ. അങ്ങനെ നമ്മൾ പല കഥകളും പറയും അല്ലേ. കണ്ണൻ്റെ ആ വൃന്ദാവനത്തിൽ കണ്ണൻ ഓരോരോ കുറുമ്പുകൾ കാണിക്കണത്. ഈ കണ്ണൻ രാത്രി പകലൊക്കെ കുറുമ്പ് കാണിച്ചിട്ട് പിന്നെ രാത്രിയും കുറുമ്പ് കാണിക്കുന്നത്. രാത്രി അമ്മ എന്ത് ചെയ്യുന്നറിയോ? വെണ്ണ മോഷ്ടിക്കാനുള്ളതൊക്കെ പകൽ കണ്ടുവയ്ക്കും. എന്നിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആ പലപ്പോഴും വന്ന് നോക്കുകയാണ് ഈ വെണ്ണ എടുക്കാൻ പോകണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ വെണ്ണ എവിടെയാണ് വച്ചേക്കണേ? അറയിൽ വച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? രാത്രിയാകുമ്പോൾ കണ്ണടച്ച് മിണ്ടാണ്ട് കിടക്കും. ആ കണ്ണടച്ച് മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങിയ പോലെ കിടക്കണം. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്യും? പതുക്കെ എഴുന്നേറ്റിട്ട് ആ വിളക്ക് ഊതിക്കിടത്തും. വിളക്ക് ഊതിക്കിടത്തിട്ട് ഇങ്ങനെ ആ വെണ്ണ കഴിക്കാനുള്ള കൊതി മൂത്തിട്ട് ആ കൊതി കൊണ്ട് കുട്ടികളുടെ ആ ഭാവത്തിൽ അങ്ങനെ കണ്ണൻ ഇങ്ങനെ പതുക്കെ പോയിട്ട് ആ വെണ്ണയുടെ അറ തുറന്നിട്ട് വെണ്ണയിൽ കൈയിട്ട് നോക്കുമ്പോൾ അതാ അറയുടെ പുറത്തുനിന്ന് ഇങ്ങനെ അമ്മയുടെയും ആ രോഹിണി അമ്മയുടെയൊക്കെ ചിരി കേൾക്കാം. അപ്പോൾ കണ്ണൻ അത്ഭുതപ്പെടും. ഇവർക്ക് കണ്ണൻ എന്ത് ചെയ്യണേന്ന് അറിയോ? ഇരുട്ട് വാതിലടയ്ക്കുക അല്ലയോ, വിളക്ക് ഊതിക്കെടുത്ത് മാത്രമല്ല കണ്ണടച്ചിട്ടാണ് നടക്കണേ. കണ്ണനെല്ലാ ദിക്കിലും കണ്ണൻ എന്തിനാ കണ്ണ് തുറക്കണേ? കണ്ണടച്ചിട്ട് തന്നെയാണ് പോണേ. എന്നിട്ട് അവിടെ ചെന്ന് ആ വെണ്ണക്കുടം തപ്പി കണ്ണടച്ചിട്ട് ആ വെണ്ണ എടുക്കുമ്പോൾ ആ ചിരിച്ച് കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ പ്രകാശം. ഇതെന്താ അവിടെ പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ ആ അരഞ്ഞാണത്തിൽ പതിപ്പിച്ച മുത്തിൻ്റെ തിളക്കം കാരണമാണ് ആ പ്രകാശം. അപ്പോൾ താൻ ചെയ്യുന്ന അത് അമ്മമാർ കണ്ടു എന്ന് തന്നെ കയ്യോടുകൂടി പിടിച്ചു എന്ന് ജാള്യതയോട് കൂടിയിട്ട് ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കുന്ന ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ആ രൂപം. പിന്നെ ചില സമയത്ത് ആ ഭഗവാൻ അല്ലേ 3 ലോകങ്ങളും അളന്നെടുത്ത ഭഗവാൻ അല്ലേ, നമ്മൾ പറയില്ലേ എന്താ ധതിയൊറിതൊണ്ടുവാൻ നീളമില്ലാത്ത നീ പോയി ഉലകമണ്ടി അളന്നെങ്ങനെ വാദനാഥ എന്ന് പറയല്ലേ. ആ ഉരുകിൽ തൂക്കിയേക്കണ ആ വെണ്ണ എടുക്കാൻ പറ്റാണ്ട് കാലൊക്കെ അങ്ങനെ പൊന്തിച്ച് എത്തിച്ചെടുക്കാൻ നോക്കുമ്പോൾ ചോദിക്കുകയാണ് ആ ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്, എൻ്റെ കൃഷ്ണ ഈ ഒരു കൊച്ചു ഉറിയിലെ വെണ്ണ എടുക്കാനുള്ള നീളമില്ലാത്ത നീ എങ്ങനെയാണ് ലോകം അളന്നത് എന്നുള്ളത്. ആ ശരിക്കും എന്നിട്ട് അത് എത്ര നോക്കിയിട്ടും എത്തണില്ല കണ്ണനെന്ന് കാണുമ്പോൾ ആ ഗോപികമാരൊക്കെ കൂടി നിന്നിങ്ങനെ പരിഹസിക്കും ഇത്രേ കണ്ണനെ, ചിരിക്കും. അപ്പോൾ ആ ശ്വാസം പിടിച്ച് ഏന്തി വലിഞ്ഞെടുക്കാൻ നോക്കുമ്പോൾ എത്തണില്ല. അപ്പം അങ്ങനെ അപ്പം എല്ലാവരും പരിഹസിക്കുമ്പോൾ അവരോടൊക്കെ പിണങ്ങിയിട്ട് വെണ്ണ കഴിക്കാണ്ട് മടങ്ങി. അപ്പോൾ പലരും പറയും വരൂ കണ്ണ വെണ്ണ ഞങ്ങൾ തരാം, വേണ്ട എനിക്ക് നിങ്ങളുടെ വെണ്ണ വേണ്ട എന്ന് പറഞ്ഞ് പരിഭവിച്ച് പിണങ്ങി ഓടിപ്പോന്ന ആ കൃഷ്ണൻ. അങ്ങനെ എന്തെല്ലാം ഭാവങ്ങളാണ് ഭഗവാൻ. അതുപോലെ അർദ്ധരാത്രിയിലൊക്കെ ചിലപ്പോൾ ചില ഗോപികന്മാരുടെ വീട്ടിലൊക്കെ അർദ്ധരാത്രിയിൽ കിടക്കാൻ പോത്രേ. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? അർദ്ധരാത്രിയിലേക്ക് പോകുമ്പോൾ കണ്ണനാണെങ്കിൽ അലങ്കാരപ്രിയനാണ്, നിറയെ ആഭരണങ്ങൾ ഇടണം. കാലിലേക്ക് ഇങ്ങിരി വേണം, മരയിൽ അരഞ്ഞാണം വേണം, അതിന് മുത്ത് വേണം, കയ്യിൽ കിലുങ്ങണ വള വേണം. ഇതൊക്കെ
പകലൊക്കെ ഇതിടും, രാത്രിയാകുമ്പോഴാണ് ഇത് അബദ്ധമാവുക. വെണ്ണ മോഷ്ടിക്കാൻ പോകുമ്പോൾ കണ്ണൻ അങ്ങോട്ട് നടക്കുമ്പോൾ ഇപ്പോൾ ഗുരുവായൂർ അതുപോലെ ഞങ്ങൾ ഇന്നലെ തൃപ്രയാറും കൊടുങ്ങല്ലൂരൊക്കെ പോയിണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ ആന വരുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കും. നോക്കുമ്പോൾ ആനയല്ല, ഈ സ്വാമിമാർ മണി കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നടക്കും. അവരെന്തോ ഒരു പ്രാർത്ഥനയാന്ന് തോന്നുന്നു, അവരെ കഴുത്തിലും ഒക്കെ മണിയുടെ മാലയൊക്കെ കെട്ടിയിട്ട് നടക്കും. അവരിങ്ങനെ നടക്കുമ്പോൾ ആന വരണ പോലെയുള്ള ശബ്ദം. അപ്പം അതുപോലെ കണ്ണനിങ്ങനെ നടക്കുമ്പോൾ അരഞ്ഞാണത്തിൻ്റെയും കാലിലെ ആ പാദസരത്തിൻ്റെയും കയ്യിലെ വളകളുടെയൊക്കെ ശബ്ദം ഉണ്ടാവും. അത് ആ കണ്ണൻ്റെ കൂടെ നടക്കുമ്പോൾ എല്ലാവർക്കും ആനന്ദമല്ലേ, അവരും അവരനുസരിച്ചിട്ട് ആ ആനന്ദ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഈ രാത്രി പകലൊക്കെ ഗോപികമാരുടെ അടുത്ത് പോയിട്ട് വെണ്ണയും പാലൊക്കെ മോഷ്ടിച്ച് ഒക്കെ പകലൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിന് പരിഭവമൊക്കെ പറഞ്ഞപ്പോൾ പകൽ ആരുടെ വീട്ടിലേക്കും പോകണ്ടായി, പകല് എവിടെയും പോണില്ല എന്ന് വിചാരിച്ചു. ഇനി പകല് എവിടെയും പോണില്ല കണ്ണൻ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ കണ്ണൻ എന്ത് ചെയ്തു, രാത്രിയാവാം ഇനിയുള്ള വിഗതികളെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി ഇറങ്ങി ഇങ്ങനെ കാലെടുത്ത് വയ്ക്കുമ്പോൾ ചിലും എന്ന് പറഞ്ഞ കാലിൻ്റെ അടുത്ത അപ്പം പതുക്കെ അതനങ്ങാണ്ടിരിക്കാൻ പതുക്കെ കാലെടുത്ത് വെച്ചു ഇത്രേ. അങ്ങനെ പതുക്കെ കാലെടുത്ത് വെച്ച് എങ്ങനെയോ നന്ദഗൃഹത്തിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി. ഇനി അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അടുത്ത ഗോപിയുടെ വീട്ടിലേക്ക്. ആ ഓരോ ഗോപികളുടെയും വീട്ടിൽ കണ്ടുവച്ചിട്ടുണ്ടാവും എണ്ണയൊക്കെ. അങ്ങനെ പതുങ്ങി ആ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തണേക്കാളും മുമ്പ് എന്ത് ചെയ്യും, എന്തായി, നേരം വെളിച്ചായി. കണ്ണന് വെണ്ണ മോഷ്ടിക്കാൻ കിട്ടിയില്ല. അപ്പം ആ ഗോപികമാർ വരുമോ എന്നുള്ള ഭയം കൊണ്ട് പിന്നെ ഇത്രയും രാത്രിയൊക്കെ ഇങ്ങനെ പതുക്കെ നടന്നിട്ടേ വിശക്കണമുണ്ട്, ദാഹിക്കണമുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് തൈരും പാലും ഉപേക്ഷിക്കാനും വയ്യ. എന്നാൽ അവിടെ നേരം വെളിച്ചായി ഇവർ എനിറ്റിട്ടും ഉണ്ടാവും എന്നുള്ള ഒരു ഭാവത്തിൽ ഇനി എന്താ ചെയ്യാന്ന് വിഷണ്ണനായിട്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. നോക്കൂ എന്താ കവിഭാവന, അത് ഓരോരുത്തരുടെ ഭാവനയാണ്. യശോദാമ്മയുടെ കണ്ണനെ അല്ലെ, യശോദയും കണ്ണനെയും കൂടിയിട്ട് എത്ര ഭാവത്തിലാണ് ഓരോരുത്തർ കാണുക. യശോദാമ്മയുടെ ആ പൂർവ്വജന്മത്തിലുള്ള ഭാഗ്യം എന്താന്ന് ആലോചിക്കണത്. അങ്ങനെയുള്ളതുണ്ട്. യശോദാമ്മ ആ കണ്ണനെ, അതുപോലെ കണ്ണൻ അത്രയും സ്നേഹിച്ച ആ യശോദാമ്മയെ പിരിഞ്ഞു പോകുമ്പോൾ ആ കണ്ണൻ യശോദാമ്മയെ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണനെ കുറ്റപ്പെടുത്തണവരുണ്ട്, വാഴ്ത്തണവരുണ്ട്. പല ഭാവത്തിലും നമ്മളുടെ ഉള്ളിൽ ആ കഥകളൊക്കെ ഏതൊരു ഭാവത്തിലാണോ വന്നത് ആ ഭാവത്തിൽ നമ്മൾ ആസ്വദിക്കുകയാണ്. അതല്ലേ കെട്ടിയിടുമ്പോൾ തൈർക്കുളത്തിൽ കെട്ടിയിടണ ആ സമയത്ത് കെട്ടിയിട്ടതിൻ്റെ കഴിഞ്ഞിട്ട് ആ മരങ്ങളൊക്കെ അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ ഇതൊരു മനോഹരമായിട്ടാണ് ഓടിച്ചെന്ന് നന്ദഗോപുരം എടുത്തിട്ട് ചോദിക്കില്ലേ, ഇത്രയ്ക്കും വലുതായിപ്പോയോ നിനക്കൊരു തൈർക്കുടം, ഒരു തൈർക്കുടം എൻ്റെ യശോദേ എന്ന് ചോദിക്കണ നന്ദഗോപരുടെ ഭാവം. ഇതൊക്കെ ഓരോ കവികളുടെ ഭാവത്തിൽ നിന്നാണ്. ഇത്രയും വിശദമായിട്ട് ഭാഗവതത്തിലൊന്നും കഥകൾ പറയണില്ല. അതിൽ പറയുന്ന ഒരു ശ്ലോകമോ 2 ശ്ലോകമോ ആയിട്ട് പറയുന്ന കഥകൾ എങ്ങനെയാണോ 4 ശ്ലോകം കൊണ്ടുള്ള ആ ശ്ലോകങ്ങളെ വലുതാക്കി ഒരു ഭാഗവതാക്കിയിട്ട് മാറി ഭാഗവതാക്കിയത്, അതുപോലെ ആ ചതുശ്ലോകി ഭാഗവതത്തിനെ ഇന്ന് കാണുന്ന ഭാഗവതാക്കി, അതുപോലെ ആ ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകങ്ങളെ എത്രയോ ഭക്തന്മാരായിട്ടുള്ള ഭക്തോത്തമന്മാരായിട്ടുള്ള മഹാത്മാക്കൾ എങ്ങനെയൊക്കെയാ കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ നമ്മളെ അറിയിച്ചു തരുന്നത്. അതുപോലെ ഓരോ ഗൃഹങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെണ്ണയൊക്കെ മോഷ്ടിക്കാൻ പോണ സമയത്ത് ചില വീടുകളിൽ ഇങ്ങനെ നിലക്കണ്ണാടി ഉണ്ടാവും. നിലക്കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പണ്ട് കാലത്തൊക്കെ ഉള്ളവർക്ക് അറിയുണ്ടാവും, ഇന്നുള്ളവർക്ക് അറിയില്ല. അടിയിൽ നിന്ന് തൊട്ട് മുകളിൽ വരെ നീളമുള്ളത് അങ്ങനത്തെ ഒരു കണ്ണാടി ഉണ്ട്, നിലക്കണ്ണാടി എന്ന് പറയും അതിനെ. ഒരു ചുമരിൽ മുഴുവൻ അടിയിൽ നിന്ന് തൊട്ട് മുകളിൽ വരെ ഒരു റാ പോലത്തെ ഒരു കണ്ണാടി ഉണ്ടാവും. അതിങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ചില മുറികളിൽ. അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതുങ്ങി ആ മുറിയിലേക്ക് കിടക്കുമ്പോൾ ഈ നിലക്കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ടോ എന്നെക്കാളും മുമ്പ് ആരാ അവിടെ മോഷ്ടിക്കാൻ വന്നു വെച്ചാൽ കണ്ണൻ ഞെട്ടി പിന്നാക്കം തിരിയത്രേ. അപ്പം ഞെട്ടി പിന്നാക്കം തിരിയുമ്പോണ്ടതാ അതിലുള്ള കുട്ടിയും ഞെട്ടി പിന്നാക്കം തിരിയണം. അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് നോക്കും.
അപ്പോഴാണ് കണ്ണന് മനസ്സിലാവുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ വെണ്ണ മോഷ്ടിക്കാൻ പറഞ്ഞതൊക്കെ മറക്കും. ഇത് കണ്ണൻ അവിടെ നിന്നിട്ട് തൻ്റെ ആ സൗന്ദര്യത്തിനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആസ്വദിച്ച് ആ ഒരു സൗന്ദര്യം വല്ലാണ്ട് ആസ്വദിച്ചു കൊണ്ട് നോക്കും. അപ്പോൾ വെണ്ണ കക്കാൻ വന്നതൊക്കെ മറന്നിട്ട് ആ സൗന്ദര്യത്തിനെ ഇങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടിട്ട് ആ ഗോപികമാരെല്ലാവരും കൂടി അത് കണ്ടു നിന്നിട്ട് ആ കണ്ണനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കണ കണ്ണൻ. അപ്പോൾ അവിടെ നിന്നും അതെ കണ്ണനിപ്പോൾ ആദ്യത്തെ പോലെയല്ല, ഇപ്പം വെണ്ണ കിട്ടാനാണ് പാടല്ലേ. ആദ്യമൊക്കെ നമ്മളെന്താ കേട്ടേക്കണേ, വെണ്ണ മോഷ്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും വെണ്ണ മോഷ്ടിക്കും, പാത്രം തല്ലി ഉടയ്ക്കണു എന്നുള്ള കഥകൾ. ഇപ്പോഴത്തെ കഥകളിൽ എന്താ പറയണേ, എപ്പോഴും വെണ്ണ കിട്ടാണ്ട് പോണു, ആഗ്രഹം ഉപേക്ഷിക്കുക. അതുപോലെ പിന്നെ കണ്ണൻ വേറൊരു സൂത്രം ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെണ്ണ എടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും 1-2 കളിപ്പാട്ടൊക്കെ കൊണ്ടുവരും. കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അറയുടെ ഉള്ളിലേക്ക് എവിടെയെങ്കിലും തള്ളിയിടും അടിയിലേക്ക്. എന്നിട്ടാണ് വെണ്ണ എടുക്കാൻ പോവുക. എന്നിട്ട് വെണ്ണ എടുക്കാൻ പോയി വെണ്ണക്കുടത്തിൽ കൈയിട്ട് വെണ്ണ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഗോപികമാരത് കണ്ടുപിടിക്കുകയും അവർ ഓടി വരും. എന്താ വെണ്ണ കാണിക്കണേ, വെണ്ണ കെട്ട് തിന്നാമെന്താണ്? അല്ലല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിന്റെ മോന് കളിക്കാൻ വേണ്ടി എൻ്റെ ഒരു കളിപ്പാട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോപി, അത് കാണാനില്ല, അത് നോക്കി വന്നതാന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അപ്പോൾ എൻ്റെ മോന് അങ്ങനെ ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കണം ഞാൻ കണ്ടിട്ടില്ലല്ലോ, അത് നീ എങ്ങനെയാ കുട്ടികളെ ശ്രദ്ധിക്കണേ, നിനക്കതിൽ ശ്രദ്ധയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഗോപിയോട് തർക്കിച്ച് അവിടെയൊക്കെ നോക്കുമ്പോൾ അവസാനം ആ കളിപ്പാട്ടം എടുത്തിട്ട് ഇതിനാ ഞാൻ വന്നതെന്ന് അത് കൊണ്ട് ഓടിക്കും. അങ്ങനെയുള്ള കണ്ണൻ്റെ ഓരോരോ വികൃതികൾ. അതുപോലെ ഓരോരോ വികൃതികളെയും ആ ഭഗവാന്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഈ വികൃതികളൊക്കെ ഭഗവാന്റെ സൂത്രമാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ ഗോപികമാരെ അതെല്ലാം ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ആ കണ്ണനോടൊപ്പം അങ്ങനെ കൂടിയിട്ട് അവരുടെ ഓരോരോ ദിവസങ്ങളും ഇതുപോലെയുള്ള ലീലകളിലൂടെ കടന്നുപോയി. അങ്ങനെ അത്രയ്ക്കധികം ലീലകൾ കണ്ണൻ ആടാൻ കാരണം തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഗോപികമാരോടുള്ള അപാരമായിട്ടുള്ള ആ ഒരു പ്രേമം കൊണ്ട് തന്നെയാണ്. കാരണം കണ്ണൻ ഇനിയിപ്പോൾ പോണ സമയത്ത് ഇനിയിപ്പോൾ പോവുകയില്ലേ, കണ്ണൻ മധുരയ്ക്ക് പോവുകയില്ല. അപ്പോൾ പോണ സമയത്ത് ഈ ഗോപികമാർക്ക് തന്നെ പിരിഞ്ഞൊരു ദുഃഖം ഉണ്ടാവരുത്. കാരണം അവർക്ക് സദാ ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക്, കണ്ണൻ്റെ ഓരോരോ കുറുമ്പുകളിൽ നിന്ന് കുറുമ്പുകളിലേക്ക് അവരുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലും തന്നെ പിരിഞ്ഞു എന്ന് തോന്നില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അത്യത്ഭുതങ്ങളായിട്ടുള്ള ഓരോരോ ലീലകളും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും നിറഞ്ഞ് നമുക്കും ആ ഭഗവാനോട് കൂടി ചേർന്നിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ച് ഇന്നത്തെ സത്സംഗം അവിടെ സമർപ്പിക്കാം. ഉണ്ണിക്കണ്ണനോട് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെ കുമാരേട്ടൻ എന്നും പറയില്ല, ആ പാദത്തിൽ മുറുകെ പിടിച്ചിട്ട് ഉറക്ക വിളിച്ചോളൂ. ഭഗവാൻ നാമം ജപിച്ചാൽ ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല, ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും എപ്പോഴും പരസ്പരം നിസ്വാർത്ഥമായിട്ടുള്ള നിഷ്കപടമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം ഉണ്ടാവട്ടെ. എല്ലാവരോടും നന്നായി പെരുമാറാൻ സാധിക്കട്ടെ. എപ്പോഴും ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരുടെ പാദത്തിലും വീണ് നമസ്കരിക്കണം. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ,
രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണ മതീയ ജന്മം.